ഞാനിപ്പോൾ ഏതായാലും ഇത് ഈ വർഷം അടുത്ത വർഷം ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന തുക കൊണ്ട് ഞാൻ എൻ്റെ പണി നോക്കും. എന്തായാലും ഒരു കൈത്തൊഴിലാണ്. ഇന്ന് ചേട്ടൻ അതൊരു കുത്തകയാണ്, ചേട്ടൻ മാത്രമേ ഉള്ളൂ ഇത് ചെയ്യുന്നത്. പക്ഷെ ഒരു ചേട്ടനൊരു പിന്തുടർച്ചാവകാശം ഉറപ്പാക്കാതെ. അല്ല, ഞാൻ ചോദിച്ചാൽ താങ്കൾക്ക് പഠിക്കാൻ താല്പര്യം നിങ്ങളെ ഞാൻ തല്ലിപ്പഠിപ്പിക്കാൻ നോക്കും. അനന്തുമാണ് ബന്ധപ്പെട്ടുന്നത്. ഒരു ചക്കരയ്ക്ക് ശേഷം പെട്ടയൊന്ന് അനന്തുമാണ് ബന്ധപ്പെട്ടുന്നത്. അനന്തു അതിമനോഹരമായി വിട്ടുവിട്ട പതിരെ ഉയരങ്ങളിലേക്ക് പറപ്പിക്കുന്നു. പന്തിന് നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നാടൻ പന്തിൻ്റെ രാജശില്പി ശ്രീ കരിപ്പാൽ കുഞ്ഞുമോൻ ചേട്ടൻ്റെ വീട്ടിലാണ്. അയ്മനത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നാടൻ പന്ത് കളി നമുക്കറിയാം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ചെറുപ്പക്കാരുടെ, യുവാക്കളുടെ ഒരു ആവേശമാണ് നാടൻ പന്ത് കളി. ആ നാടൻ പന്ത് ഉണ്ടാക്കുന്ന ഇന്ന് ഈ 3 ജില്ലകളിലെ നാടൻ പന്ത് കളി ഉള്ളൂ എങ്കിലും ഈ നാടൻ പന്ത് ഉണ്ടാക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ എന്ന് തന്നെ പറയാം. ആധികാരികമായി നാടൻ പന്ത് ഉണ്ടാക്കുന്ന ഏതാണ്ട് 54 വർഷമായി നാടൻ പന്ത് ഉണ്ടാക്കി വിവിധ കളിക്കാർക്ക്, അത് ടീമായിട്ട് കളിക്കുന്നവർക്കും വലിയ ടൂർണമെൻറ്റ് കളിക്കുന്നവർക്കും ഒക്കെ നാടൻ പന്ത് ഉണ്ടാക്കി വിൽക്കുന്ന കുഞ്ഞുമോൻ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാം. അദ്ദേഹത്തിൻ്റെ നാടൻ പന്ത് നിർമ്മാണ രീതികൾ, അതിൻ്റെ ആദ്യാവസാനം ഒന്ന് കണ്ടുവരാം. കുറച്ച് ദൈർഘ്യമുള്ള വീഡിയോ ആണ്, കാരണം കുറച്ച് സമയം എടുത്താണ് അദ്ദേഹം ഇതിൻ്റെ ചെയ്യുന്നത്. ഒരു പന്തുണ്ടാക്കാൻ ഏതാണ്ട് 2-2.5 മണിക്കൂർ വേണ്ടി വരുമെന്നാണ് ഞങ്ങൾ വന്ന ഉടനെ അദ്ദേഹമായിട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത്. അപ്പം അതിൻ്റെ മുഴുവൻ 2.5 മണിക്കൂർ എടുത്തില്ലെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെങ്കിലും നമ്മൾ കാണിച്ചു പോകുമ്പോൾ കുറച്ച് ദൈർഘ്യം ഉണ്ടാകും. എന്തായാലും അത് പ്രേക്ഷകരെ കാണണം. അത് നാടൻ പന്ത് നിർമ്മാണത്തിൻ്റെ അത് അവസാനത്തെ ആളാണ് അദ്ദേഹം. ഒരു അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചയെക്കുറിച്ച് എനിക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അതുകൊണ്ട് എല്ലാ നാടൻ പന്ത് പ്രേമികളും എല്ലാ പ്രേക്ഷകരും ഈ വീഡിയോ കാണണം. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. കണ്ടതിലും പരിചയപ്പെട്ടതിലും വളരെ സന്തോഷം. നമ്മളിപ്പം കുഞ്ഞുമോൻ ചേട്ടൻ്റെ വീട്ടിലാണല്ലോ. കുഞ്ഞുമോൻ ചേട്ടൻ്റെ ശ്രീമതിയാണ്, ലില്ലിക്കുട്ടി ആൻറ്റിയാണ് ഇവിടെ ഉള്ളത്. കുഞ്ഞുമോൻ ചേട്ടനെ കൂടാതെ ഇവിടെ ഉള്ളത്. ബാക്കി കുഞ്ഞുമോൻ ചേട്ടൻ തന്നെ പറയും. ഞാനിവിടെ പന്ത് കുത്താൻ തുടങ്ങിയിട്ട് 54 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 54 വർഷക്കാലങ്ങളിൽ ഞാൻ എത്രയോ പന്ത് കുത്തിയിട്ടുണ്ടെങ്കിലും ആ പന്ത് മുഴുവനും നൂല് കോർത്ത് തരുന്നത് എൻ്റെ ഭാര്യയാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. എൻ്റെ പന്ത് കുത്ത് വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണം ആ നൂല് കോർക്കുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ 32 കണ്ണിയുള്ള ഈ ഒരു പന്തിനകത്തൂടെ സൂചി ഇറുക്കിലേക്ക് നമ്മൾ കയറ്റുമ്പോഴത്തേന് ഒരു നൂലിൻ്റെ ഇടയ്ക്കകത്ത് പോലും സൂചി കയറാതെ വൃത്തിയായിട്ട് തീർത്ത് ഞങ്ങളെ സഹായിക്കുന്ന ആളാണ് എൻ്റെ ലില്ലിക്കുട്ടി. ഈ കട്ടി നിലനിൽക്കും എപ്പോഴും. പക്ഷെ നമുക്ക് പന്ത് കളിക്കാൻ അത്രയും പറ്റില്ല. ഇതങ്ങ് പോകുന്നുള്ളൂ. പക്ഷെ പന്ത് കളിക്കാൻ എപ്പോഴും നമ്മളെ മറ്റേ ആ കുട്ടിത്തോലിൻ്റെ എരുമക്കുട്ടിയുടെ തോല, അതിൻ്റെ ആണ് ഇതുണ്ട്. ഈ തോല ഉണ്ടോ? ആ തോല എന്തിൻ്റെ? ഇത് എരുമക്കുട്ടിയാണ്, എരുമയുടെയാ. അതിൻ്റെ പരിവരിപ്പില്ലാണ് വ്യത്യാസം കണ്ടോ? ഇത് നമ്മൾ അത്ര അറിയാവുന്ന മാത്രമല്ല ഇത് പറഞ്ഞത്. ഭയങ്കര പശുക്കുട്ടിയുടെ ഭയങ്കര ഗ്ലേസിംഗ് ആണ്. ഇത് ഇച്ചിരി പരുക്കനാണ്. നമ്മൾ ഈ പന്ത് കളിക്കുന്നതിന് എപ്പോഴും ഇച്ചിരി പരുക്കനാണ്. ഗ്ലേസിംഗ് കേളാൻ നല്ലത്. ഇതൊരു മൃഗത്തിൻ്റെ തുകല്, ഇതതിൻ്റെ കാല്, ഇതതിൻ്റെ കൂതിയുടെ വശം, ഇതതിൻ്റെ തലയുടെ വശം, ഇത് കയ്യ്, ഇത് അടിവയറ്. ഇങ്ങനത്തെ തോലെടുത്ത് കഴിഞ്ഞിട്ട് ഒരൊറ്റ പീസായിട്ട് കിട്ടുന്നത്. ഒറ്റ പീസാണ് കിട്ടുന്നത്. ഇതിനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനൊരു മട്ടമുണ്ട്. ഈ മട്ടം വെച്ച് പെൻസിലിന് ഇത് നമ്മൾ വരച്ച് എടുക്കുക. അതിൻ്റെ കേടുപാട് നോക്കി നമ്മൾ വരച്ചിങ്ങെടുക്കും. അപ്പം ഇങ്ങനെ പറ്റുമ്പോൾ ഇത് കേടല്ലേ വരുന്നത്. ഈ കേട് ഒഴിവാക്കി വേണം വരയ്ക്കാനായിട്ട്. ഒരു വട്ടം വരച്ചു. ഇതിപ്പോൾ ഒന്നല്ല 1-2 ഇങ്ങനെ ഇത് മൊത്തം നമ്മൾ വട്ടം വരയ്ക്കും. ഈ വട്ടം ഇങ്ങനെ ഒന്ന് വരച്ച് ഏതാണ്ട് ഒരു പപ്പടത്തിൻ്റെ വട്ടം ഉണ്ടല്ലേ? പപ്പടം അല്ലല്ലോ, പപ്പടത്തൊക്കെ കൂടുതലുണ്ടല്ലേ? പിന്നെ ഒരു വലിയ പപ്പടം കണ്ടല്ലോ, ചെറിയ ചപ്പാത്തിയുടെ സൈസ് വരുന്നുണ്ട് കേട്ടോ. തോലിന് പലയിടത്തും പല രീതിയിലുള്ള കനവ്യത്യാസങ്ങളുണ്ട്. അത് ഏത് തോലെടുത്താലും അതിന് ഈക്വലായിട്ടുള്ള കനമുള്ള മറുസൈഡിലിരുന്ന തോലും അത് തന്നെ സെയിം ആയിരിക്കണം. അതിനെ പാറപ്പൊടിയാണ് കേട്ടോ. ഇത് പാറപ്പൊടിയാണ്. ഇനി ഇത് വട്ടത്തിൽ കണ്ടിക്കും. ഇനി നമ്മൾ ഇത് വട്ടത്തിൽ കണ്ടിച്ചെടുക്കും.
പന്ത് നിർമ്മാണത്തിലെ ആദ്യത്തെ പടിയാണ് ഇതിങ്ങനെ വട്ടത്തിൽ കണ്ടിച്ചെടുക്കുന്നത്. ആദ്യം പുതിയ തോലെടുക്കുന്നു, അത് വട്ടം കണ്ടിക്കുന്നു, അത് മയപ്പെടുത്തി എടുക്കുന്നു. അതിനൊരു ചെറിയൊരു പൊടിവക്കൈയുണ്ട്, അത് പന്തുകുത്തുകാരന് മാത്രം പൊടിക്കുകയാണ്. അത് നമുക്ക് പുറത്തോട്ട് അറിയിക്കാൻ പറ്റുന്നത്. അത് പുറത്ത് ആരെങ്കിലും പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ, ഒരുപാട് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവനെ ആദ്യം മുതൽ A to Z മുഴുവൻ പഠിപ്പിക്കും. വെറും പച്ചവെള്ളം. ഇത് മയപ്പെടുത്തിയെടുത്ത തോല. ഇത് ഇനിയും വലിയ വ്യത്യാസം വരുത്തില്ല. ഇതിപ്പം നമ്മൾ വെള്ളത്തിൽ ഞാൻ മയപ്പെടുത്തി എന്ന് പറയാൻ കാര്യം, ആ പുതിയ തോല് പിടിച്ച പോലെയാണോ ഈ തോലെന്ന് നോക്കി, നല്ല സോഫ്റ്റ് ആയില്ലേ. ഇത് മയപ്പെടുത്തി എടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ സോഫ്റ്റ് ആകുന്നത്. അതുകൊണ്ടാണ് ഈ പിള്ളേർ കളിക്കുമ്പോൾ പിള്ളേരുടെ കാലും ഒന്നും നോക്കാത്തത്. അടുത്ത ഘട്ടം കനമുള്ള തോലും, ഒരു സൈഡ് കനവും ഒരു സൈഡിൽ കനക്കുറവും വരുമ്പോഴത്തേന് ഈക്ക് കാക്കുക എന്നുള്ളതാണ്. ശരി. അപ്പോൾ എങ്ങനെ ഉരസിയാണോ ചെയ്യുന്നത്? അല്ലല്ല, ചെത്തിയെടുക്കുക. അത് ഇതിനേക്കാളും നല്ല ബ്ലേഡ് പോലെ മൂർച്ചയുള്ള കത്തി വേണം. അങ്ങനെയാണ് ചെത്തിയെടുക്കുന്നത്. ഈ ഇവര് ഈ ചെരുപ്പ് കുത്തിയൊക്കെ അവർ ഉളിക്കും മറ്റേ സാധനം വെച്ച് ഉരച്ചെടുക്കുന്ന. ഇത് ഉരച്ചല്ല, നമ്മൾ ഇത് കഴിവുള്ളിടത്തോളം ഇതിന്റെ ചവ് കളയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാന്ന് വെച്ചാൽ ഈ പുറത്തേയുള്ള ഗ്ലേസിങ്ങിന്റെ പുറത്ത് ബലമൊന്നുമില്ല, ഈ ചവിനാണ് ഇതിന് ബലം. ഇത് ഈ നൂല് പാകിരിക്കുന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ വശമുണ്ട്, ഇത് വലിച്ചു കയറിയാണല്ലോ, ഈ നൂല് പാകുന്ന പോലെ ആയിരിക്കുന്നത്. ഇത് വെള്ളത്തിലിട്ട് ഇത് എങ്ങനെ ചെയ്താലും ഉണ്ടല്ലോ മണക്കത്തില്ല. ഇന്ന് വെള്ളത്തിലിട്ടാലും നാളെ ആണേലും ഇത് മണക്കത്തില്ല. ഇത് ദ്രവിച്ചു പോവുള്ളൂ. ഒന്നത് പക്ഷെ കത്തിച്ചു പോയാൽ മനുഷ്യന്റെ ശരീരം കത്തുന്ന അതേ മണമാണ്. ഭയങ്കര സ്മെല്ല. ഈ സാധനം കത്തിക്കാൻ പറ്റില്ല. മൊത്തം നമ്മളിതിപ്പം നമ്മൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കടിച്ചു നോക്കിയാൽ ഒരു ഉപ്പുരസമുണ്ട്. ആ ഉപ്പുരസം അല്ലാതെ ചേട്ടൻ കടിച്ചു നോക്കിയിട്ടുണ്ടോ? ശരിക്കും ചിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന നമ്മളിത് കൊണ്ട് ജീവിക്കുന്നവനാ. രണ്ടുപാളി തോല് കൊണ്ടുപോകുന്നതിന് ശേഷം അടുത്ത ഘട്ടമെന്ന് പറയുന്നത് തോല് മയപ്പെടുത്തിയെടുത്ത് പന്ത് കിഴിക്കുക എന്നുള്ളതാണ്. കിഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കിഴിക്കുന്നതിൻ്റെ അളവിന് പന്തിനാവശ്യമായ നൂല് അളന്നെടുക്കുക. ഇത് അളന്നെടുത്തിട്ട് ഈ ഒരു നൂലെന്ന് പറയുമ്പോൾ നല്ല കോട്ടൺ നൂല്, ഒരിഴക്ക് 21 ഇഞ്ച് 21 ഇഴയുടെ 2 പടം മുറുക്കി ഒരു ചരടാക്കുമ്പോൾ 42 ഇഴയാണ് ഈ ഒരു നൂല്. 42 പിണി. അത് പലർക്കും പല അളവിലുള്ള പന്താണ് വേണ്ടത്. ഗൾഫിലേക്കുള്ള കുറച്ച് രാജ്യങ്ങളിൽ ഗൾഫിൽ പോകുന്നത് ബഹറിന്, ഖത്തർ, ഇവർക്ക് ഇതിനേക്കാളും ശകലം കൂടെ വലുപ്പം. അവിടെയൊക്കെ ടൂർണമെന്റ് നടക്കുന്നുണ്ടല്ലോ. യു എയിൽ 5 രാജ്യങ്ങളിൽ, ഖത്തർ. അങ്ങനെ നമ്മുടെ നാടൻ പന്തുകളി അങ്ങ് വികസിക്കുകയാണ്. അത് നാടൻ പന്തുകളി വികസിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടയം ജില്ലക്കാരാണ് ഇവിടെ കളിക്കുന്ന മുഴുവൻ. ചിങ്ങവനം, പാമ്പാടി, മറകാട്, പുതുപ്പള്ളി അങ്ങനെയുള്ള പ്രദേശത്തുള്ള കോട്ടയംകാരാണ്. അങ്ങനെയുള്ള ചെറുപ്പക്കാർ പിള്ളേരാണ് അവിടുത്തെ ഇതിന് സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ കണ്ടിച്ചെടുക്കുന്ന നൂല് 2 അറ്റവും ചേന്തി ചെറുതാക്കിയെടുക്കണം. ചേന്തെന്ന് വെച്ചാൽ ഈ ഇത്ര നല്ല ഈ പന്ത് കുത്തുന്നതിൻ്റെ ഇത് കോർത്തെടുക്കുന്നത് മറ്റു സൂചി ഒന്നുമല്ല, വെറും പച്ച ഈർക്കിലി കൊണ്ടാണ്. ഈർക്കിലി അല്ലാതെ വേറെ സൂചിയെ കോർത്ത് കഴിഞ്ഞാൽ ഒരു സൂചിയെ കോർത്ത് കഴിയുമ്പോൾ അതിന് മടക്ക് വരും. ആ മടക്ക് വന്നു കഴിയുമ്പോൾ ഒരു തുളയെ കൂടെ 2 നൂല് കയറേണ്ടതിന് പകരം 4 നൂല് കയറേണ്ട തുള വരണം. ഇവിടെ ആ അറ്റത്തിന്റെ കനം കുറച്ച് ഉരുട്ടിക്കൊണ്ട് നൂലിലെ പന്ത് ഈ ഈർക്കിലിയെ വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന ഈ കിഴുത്തെ കൂടെ ആ ദാരത്തെ കൂടി തള്ളിയെടുക്കണം. ഈ കിഴുത്തെന്ന് വെച്ചാൽ ഈ 2 നൂല് കയറി വരുമ്പോൾ അടയുന്ന സൈസ്. ഞാൻ ഇതുവരെ കരുതിയിരുന്നത് ഈ സൂചിയല്ല, നമ്മുടെ ചെരുപ്പൂത്തിയുടെ സൂചിയോ ഏത് സൂചി കയറിയാലും 2 മടക്ക് കയറും. അപ്പം 3 മടക്ക് കയറിയിട്ടേ വരുവുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ചെരുപ്പൂത്തിയുടെ പോലെ ഒരു സൈഡ് കൂടി മാത്രം നൂല് പാകാനൊക്കത്തില്ല. അങ്ങനെ പാകി കഴിയുമ്പോഴത്തേനും ഈ തോലിൻ്റെ വലിവ് ശരിയാവത്തില്ല. ഇനി അടുത്ത സെക്ഷൻ വരുന്നത് ഇനി നമ്മൾ പാകപ്പെടുത്തി വെച്ചിരിക്കുന്ന തുകലാണ്. ഇതിൻ്റെ ആ വട്ടമൊക്കെ കുറച്ചുകൂടെ ഷേപ്പ് ആക്കുമോ ഇനി? അത് നമ്മൾ കുത്തുന്ന സമയത്താണ്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് തോല് വട്ടം കണ്ടിച്ച് തോല് പാകപ്പെടുത്തി
ഇവിടെ കൊണ്ടുവന്ന് ഇനി അടുത്ത സെഷൻ പറയുന്ന കിഴിക്കുക. കിഴിക്കാൻ പോവാം. നൂല് റെഡിയാക്കി വെച്ചതിന് ശേഷം നൂല് റെഡിയൊക്കെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ പലക എടുത്ത് ഈ പലകയിലേക്ക് ഈ നമ്മൾ കണ്ടിച്ചിരിക്കുന്ന ഈ തുകല് അടുക്കി വെക്കുക. കിഴിച്ച് പലകയ്ക്ക് പലക മുഴുവൻ ഇതുണ്ട്, പലക മുഴുവൻ തിരിച്ച് തുളഞ്ഞ് കിടക്കുന്ന കണ്ടില്ലേ. തുകല് വെക്കുന്നത് പുറം വശം, തുകലിന് 2 വശമുണ്ട്. ഒന്ന് ഞാൻ മുമ്പേ തോല് കാണിച്ചാലോ, ഒന്ന് ഗ്ലേസിംഗ് ഉള്ള വശം, ഒന്ന് പരിവരിപ്പം ചവുള്ള വശം. ഈ ചവുള്ള വശം പുറത്ത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കോമ്പസ് കൊണ്ട് ഓരോ പ്രാവശ്യത്തെ അളവ് ഓരോരുത്തരുടെയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ചെറിയ പന്ത് മതി, ഇവിടെയുള്ളവർക്ക്. വിദേശത്തുള്ളവർക്ക് വലിയ പന്തും വേണം, ചെറിയ പന്തും വേണം. അപ്പോൾ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഈ പന്ത് ചെറുതും വലുതുമാക്കി വട്ടം വരച്ച് കിഴിച്ചെടുക്കുക. ഇത് നമ്മളിവിടെ കളിക്കുന്ന സാധാരണ ഈ ഇപ്പം കളിക്കുന്ന ടൂർണമെൻറ്റിൻ്റെ പന്തിൻ്റെ അതേ വലിപ്പം. ഇനി ഇത് ഈ ഇങ്ങനെ വരച്ചതിന് ശേഷം മുകളിലത്തെ ഒരു തുകലയിലല്ലേ വര വീണിട്ടുള്ളൂ. ഞാൻ സാധാരണ ചെയ്യുന്ന ആദ്യ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് 2 പാളി തോല് വെച്ച് മാത്രമാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ഞാനിപ്പം 2 പന്തിൻ്റെ 4 പാളി തോൽ ഒന്നിച്ചു വെച്ചാൽ കഴിക്കുന്നത്. അപ്പോൾ ആ മുകളിലത്തെ വരച്ചിരിക്കുന്ന തുകലും അടിയിലിരിക്കുന്ന ആ തുകലുമായിട്ട് എഡ്ജ് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ എഡ്ജ് കിട്ടത്തില്ല. അപ്പോൾ അത് പുറത്ത് പോകരുത്. ആ കിഴുത്ത നമ്മുടെ ആ തുകലിനുള്ളിൽ നിൽക്കണം. അതിനുവേണ്ടി ഈ മുകളിലത്തെ വരച്ച് വെച്ചിരിക്കുന്ന ആ റൗണ്ടിൻ്റെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തുകല് മാറ്റി മറിച്ച് എല്ലാത്തിലും കിട്ടണം. ഇങ്ങനെ വെച്ച് ഇപ്പോൾ നമ്മൾ ആ വരവ് എല്ലാത്തിലും കിട്ടും. അതിന് ശേഷം 2 ആണി എടുക്കുക, ചുറ്റിക്ക് ആണി വെക്കുക. വരച്ച ആ വരയിലാണ് ആണി വെക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെക്കാൻ വേണ്ടി ഒരു കമ്പി കഷ്ണം എടുത്ത് നേരെ ഓപ്പോസിറ്റ് അവിടെയും ആണി വെക്കുക. ഇനിയിപ്പോൾ ഈ 4 പാളി തോലും ഊഹത്തിനൊന്നുമല്ല കൃത്യമായിട്ടാണ് ചെയ്യുന്നത് അല്ലേ? കൃത്യമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ പന്തിൻ്റെ ഷേപ്പ് മാറിപ്പോകും. പ്രത്യേകം തയ്യാറാക്കി എടുത്ത് മൊനേന ആ മൊനേന നീളക്കൂട് കാണും. ഇവിടെ മൊനയം മുതൽ ഈ 1.5 ഇഞ്ച് നീളം ഒരേ വണ്ണമായിരിക്കും. അപ്പോൾ എത്ര കീഴോട് താന്നാലും ആ കിഴുത്തെല്ലാം ഒരേ വണ്ണത്തിലാണ്. ഈ കിഴുത്തകൾ തമ്മിലുള്ള അകലം എത്രയാ? കിഴുത്തകൾ തമ്മിൽ അകലമൊന്നുമല്ല, ഈ കിഴുത്തേക്ക് അകലം കൂടിക്കഴിഞ്ഞാൽ അതിനാ 2 കിഴുത്തേക്കാകുമ്പോഴി നമ്മുടെ ഈ നാടൻ പഞ്ഞി പുറത്ത് പഞ്ഞി ചാടും. അത് തന്നെയല്ല, പന്ത് കാണാനും കുത്ത് അടുത്തിരിക്കുന്ന പന്താണ് ബലം. അടുപ്പിച്ച് കുത്ത് കാണാനും ഭംഗിയതാ. ഒത്തിരി അകലത്തിലുള്ള കുത്താകുമ്പോഴത്തിന് കാണാനൊരു സുഖം കാണുകയില്ല. ചേട്ടൻ എങ്ങനെ ഏത് വർഷമായി ഈ രംഗത്തേക്ക് ഇറങ്ങിയത്? എത്ര വർഷമായി ഇപ്പം? ഞാനത് പന്ത് കുത്തു തുടങ്ങിയിട്ട് മെഡിസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് തുടങ്ങിയതാണ്. അത് ഏത് വർഷമാണ്? അങ്ങനെ ചോദിക്കരുത്. അതിപ്പം ഇപ്പം എത്ര വർഷമായി ഈ പന്ത് കുത്ത് തുടങ്ങിയിട്ട്? ഈ പന്ത് കുത്ത് മാർക്കറ്റിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട് 55 വർഷം. 55 വർഷമായിട്ട് അല്ലേ? അപ്പോൾ എത്രയോ നാടൻ പന്ത് കളി ടൂർണമെൻറ്റുകളും എത്രയോ പന്ത് കളിക്കാരും ചേട്ടൻ്റെ ഈ പന്ത് കൊണ്ട് കളിച്ചിട്ടുണ്ടാവും. അത് ഞാൻ വാകത്താനൻ പഞ്ചായത്ത് ടീമിൻ്റെ കൂടെ പന്ത് കളിച്ച് നടന്ന ആളാണ്. അന്ന് മുതൽ ഞാൻ കളിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ എൻ്റെ ഈ പന്തെ തന്നെ അന്ന് മുതലുള്ള. ചേട്ടൻ എന്താ കൈവെട്ടുകാരനായിരുന്നോ കാലടിക്കാരനായിരുന്നോ? ഞാൻ കൈ വെട്ടുകയും ചെയ്യുന്നു, അടിക്കുകയും ചെയ്യുന്നു. ഈ 2 പരിപാടിയിലായിരുന്നു ഞാൻ നിന്നുകൊണ്ടിരുന്നത്. ഇനി പിടുത്തക്കാരന് ആളെങ്കിലും വരാതെ വന്നെങ്കിൽ മാത്രമേ ഇടപിടുത്തക്കാരനായിട്ട് കയറി നിൽക്കുള്ളായിരുന്നുള്ളൂ. ഈ പന്ത് കളിച്ചു തുടങ്ങിയ പന്തിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണോ ഇതിൽ? അല്ല, ആദ്യകാലത്ത് തുണിപ്പന്താണ് ഞങ്ങൾ കളിച്ചു പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് റബ്ബർ പാൽ തൂക്കിട്ട് നമ്മൾ നമ്മുടെ കാക്കി കാച്ചട്ട കണ്ടിച്ച് അങ്ങനെ കളിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ നിക്കർ മിഷനെ തയ്ച്ചെടുത്തിട്ട് അതിനകത്ത് പഞ്ഞൊക്കെ ഇടുമായിരുന്നു. എന്നിട്ട് പിന്നെ തുണിയാക്കുക, ഈ റബ്ബർ പാൽ ഒട്ടിച്ചുകൊണ്ട് കളിക്കായിരുന്നു. അതേ സമയത്ത് ഈ തുകൽപ്പന്തെ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ തുണിപ്പന്തെ കളിക്കില്ല. അതിൻ്റെ ഒരു തുകൽപ്പന്തിനൊരു പ്രത്യേക അട്രാക്ഷനുണ്ട്, കളിക്കാൻ സുഖമുണ്ട്, അതുകൊണ്ട് ഗമയുണ്ട്. അത് തന്നെയല്ല, നമുക്ക് കൊണ്ടു നടക്കാനും തുകൽപ്പന്താണെങ്കിൽ ആ കാലത്തൊക്കെ പന്തുകൾക്ക് പിള്ളേർക്ക് കളിക്കാൻ താല്പര്യമാണ്. തുണിപ്പന്ത് ഈ തുകൽപ്പന്ത് വളരെ അന്നൊക്കെ ടൂർണമെൻറ്റുകൾക്ക് മാത്രമേ ഈ തുകൽപ്പന്ത് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഏത് കളത്തിൽ ചെന്നാലും ഞങ്ങൾ പന്തുമായിട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. ഈ ആദ്യം ഈ പന്തുണ്ടാക്കാനുള്ള തുടങ്ങിയ സമയത്തൊക്കെ ഇതിനുള്ള സംഗതികളൊക്കെ എവിടുന്നാണ് തരപ്പെടുത്തിയത്? നമ്മൾ ഈ
ചുറ്റിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ചുറ്റിയും പ്ലെയറും അന്നത്തെ കാലത്തൊക്കെ നമുക്ക് വീടുകളിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങൾ എന്നെ പഠിപ്പിച്ച ആളിൻ്റെ അരിക്കെന്ന് നമ്മൾ കണ്ടിട്ട് ആ സാധനം നമ്മൾ കൊല്ലനെ കൊണ്ട് ഉണ്ടാക്കിച്ചെടുക്കുക. ഈ മുനയൊക്കെ നമ്മൾ കൊല്ലനെ കൊണ്ട് ഉണ്ടാക്കിച്ചെടുക്കുക. അതുപോലെ തോല് പാകപ്പെടുത്താനുള്ള ഉപകരണങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ കൊല്ലനെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കണം. അല്ല നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്നല്ല സാധനം. അതുപോലെ തന്നെ ഈ ഇപ്പം നമ്മൾ കിഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ആ മുമ്പ് നേരത്തെ കണ്ടിച്ച് വെച്ചിരുന്ന ആ നൂല് ഇനി ഇതേ കോർത്തെടുക്കുക എന്നുള്ളതാണ്. അതിന് പ്ലെയറിന് നമ്മൾ വെച്ചിരിക്കുന്ന ആണി പലകം അങ്ങ് ഊരും. പലകം നൂരിട്ട് നമ്മൾ ഊരി വിടുകയില്ല. ആണി അടിച്ച തുളയും ഒരു തുളയായിട്ട് കണക്കാക്കും. ആ തുളയായിട്ട് കണക്കാക്കും. ഉണ്ടോ? ഇതിപ്പോൾ ഇതുണ്ട്, ഇവിടുത്തെ ഈ റൗണ്ടും ഇപ്പോഴത്തെ ഈ റൗണ്ടും ഒരേ ലെവലാണ്. ഒരു കണ്ണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പടിക്ക് രണ്ട് പക്ഷി ഒരു പന്ത് വെച്ചാണ് ആദ്യ കാലത്ത് ഞാൻ കുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പന്തിന് കൂടുതൽ ആവശ്യക്കാർ വരികയും നമുക്കിത് ചെയ്താൽ തീരെയില്ലാത്ത അവസരം വരുമ്പോൾ 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ലാഭം ഉണ്ടാവുമല്ലോ എന്നുള്ള കണക്കുകൊണ്ടാണ് അടിക്കുന്നത്. അങ്ങനെയാണ് ഈ 2 വാളി വെക്കാൻ തുടങ്ങിയത്. ഇതിനിടയ്ക്ക് ഈ കനം കുറഞ്ഞ തോല് വരുമ്പോൾ ചെയ്യുന്ന പണി എന്നാന്ന് ചോദിച്ചാൽ ഈ 2 പാളി തോല് ഒരു സൈഡിൽ വെച്ച് കുത്തും. അത് ഡബിൾ എന്ന് പറയും. അത് ഈ ടൂർണമെന്റുകൾക്ക് കൊടുക്കാറില്ല. ഈ പിള്ളേർ സെറ്റുകളെ കാണാൻ താല്പര്യം. അപ്പോൾ അതാകുമ്പോൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യും. ചേട്ടൻ മനസ്സിലായോ? ഈ ഒരു സൈഡിൽ 2 പാളികൾ, ഈ 4 വരുമ്പം 2 വെച്ച് കനവാക്കിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കുത്തും. അപ്പോൾ അത് ഡബിൾ തോൽ എന്ന് പറയും. അപ്പോൾ അതാകുമ്പോൾ ഈ പിള്ളേർ സെറ്റിന് കളിക്കുമ്പോഴത്തേന് അവർക്ക് കൂടുതൽ ദിവസം കിട്ടും. പക്ഷേ കളിക്കാൻ ഏറ്റവും സുഖം സിംഗിൾ പാളിയാണ്. ഇതുണ്ടോ നൂല് കണ്ട ഈർക്കിലി പൊളന്ന് അതിനിടയ്ക്കായിട്ട് കൈ കയറ്റിയിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ വേഗം വലിച്ചില്ലെങ്കിൽ അതാ നൂലപ്പുറത്ത് ഉടക്കി പോകും. അത് നമ്മൾ ഈ കൈ വെച്ച് ഈ കൈയുടെ ഇതിൽ വലിച്ചു പിടിക്കണം. അപ്പോൾ സൈഡോട് തള്ളുകയാണ്. രീതി കേട്ടോ. ഇത് മറ്റേ ആണി ഞാൻ എന്ത് സങ്കല്പിച്ചാണോ വന്നത് ആ സങ്കല്പമേ അല്ല. ഈ ഓരോ തൊഴിലിനും ഓരോരോ രീതികൾ ടെക്നിക്കൽ സൈഡുണ്ട്. ഇപ്പോൾ 2 പന്തിനുള്ള സാധനമായി. ഇത് നമ്മൾ നേരത്തെ ഇങ്ങനെ 2ആയിട്ട് മടക്കുന്നു. ഈ മടക്കി കഴിഞ്ഞ് നമ്മൾ ഇതിന് നൂലിട്ട് കോർക്കാൻ ആരംഭിക്കുക. ഈ തള്ളവേലിൻ്റെ ഈ വില കൊണ്ട് ഇങ്ങനെ കുതിച്ചിട്ട് ഇവനെ കൂർത്തിങ്ങെടുക്കും. ആ ഒരു വലിക്ക് ഈർക്കിലെ തന്നെ നമുക്ക് മാക്സിമം ആ ഈർക്കിലി തെരുതര ഈ നമ്മൾ ഇതിൻ്റെ കൂതിലോട്ട് തിരിച്ച് കയറ്റാതെ ഈ ആ ഒരു ഷൂവിൻ്റെ ലേസ് കെട്ടുന്ന പോലെയാണോ അതോ അല്ല കാണിക്കാൻ അല്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇത്ര കിട്ടും. ഇവിടെ ഇത്ര നമ്മൾ ഗ്യാപ്പ് ഇടുന്നു. ഒരു 3 വരക്കട നൂലിന് ഗ്യാപ്പ് ഇടുന്നു. ആ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഇത് മുന്നോട്ട് ഇച്ചിരി മാറ്റിയിടും. സത്യത്തിൽ ഞാനല്ല ഇപ്പം ഈ നൂല് കോർക്കുന്നത്, എൻ്റെ ഭാര്യയാണ്. അത് ശരി. ഇത്രയും പണി ഞാൻ ചെയ്ത് കൊടുത്താൽ 2ാം കൈക്ക് ചെയ്യാവുന്ന ഒരൊറ്റ പണി ഇത് മാത്രമേ ഉള്ളൂ. ചേട്ടൻ ആദ്യം പന്തുണ്ടാക്കിയ ഏത് വർഷമാണ്? 62-63 കാലയളവാന്ന് തോന്നുന്നു അല്ലേ? അന്നൊക്കെ ഈ നാടൻ പന്ത് കളിക്ക് നാട്ടിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു പ്രചാരം? അന്ന് പ്രചാരമുണ്ട്, പക്ഷേ എല്ലാ ടൂർണമെന്റുകളൊന്നും ഇല്ല. ടൂർണമെന്റുകൾ ഇത്ര ഇല്ല. കുത്തി ന്യായമായ രീതിയിൽ നല്ല പന്ത് കുത്തി എടുക്കുകയാണെങ്കിൽ അവന് ജീവിക്കാനുള്ള കാശ് കിട്ടും. ഇത് വെച്ചിരിക്കുന്ന തുകലുകൊണ്ട് ഞാൻ എൻ്റെ പണി നടത്തും. ഞാൻ ഇപ്പോൾ ഈ വർഷം ഞാൻ പറഞ്ഞു, ആര് വന്ന് പഠിക്കാലും പഠിച്ചില്ലേലും ഞാൻ എൻ്റെ ഈ പണി ഇതുകൊണ്ട് നിർത്തുന്നു. എന്തായാലും ഒരു കൈത്തൊഴിലാണ്. ഇന്ന് ചേട്ടനതൊരു കുത്തകയാണ്, ചേട്ടൻ മാത്രമേ ഉള്ളൂ ഇത് ചെയ്യുന്നത്. പക്ഷെ ഒരു ചേട്ടനൊരു പിന്തുടർച്ചാവകാശം ഉറപ്പാക്കാതെ. അല്ല, ഞാൻ ചോദിച്ചാൽ താങ്കൾക്ക് പഠിക്കാൻ താല്പര്യം നിങ്ങളെ ഞാൻ തല്ലിപ്പഠിപ്പിക്കാൻ നോക്കുമോ? പഠിക്കാൻ താല്പര്യപ്പെട്ട ആരും വരുന്നില്ല.
അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് ഓർത്താണോ? ഇതിൻ്റെ ബുദ്ധിമുട്ട് ഇതിന് ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. നല്ല കഷ്ടപ്പാടാണ്. ഒരു പന്ത് പണിയണമെങ്കിൽ 2 മണിക്കൂർ വേണം. തൊഴിൽ തുടങ്ങിയിട്ട് 55 വർഷമായി. എനിക്ക് 74 വയസ്സായി. ഇനി എൻ്റെ കൈക്കും ദേഹത്തിനൊക്കെ നടുവിനും ഭയങ്കര വേദനയാണ്. ഇത് ഇരുന്നുള്ള പണിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ആരോഗ്യകരമായ കാരണങ്ങളാണ് ഞാൻ ഇത് നിർത്തുന്നത്. അത് അല്ലാതെ പൈസ ഉണ്ടായിട്ടല്ല, നിർത്താൻ മനസ്സ് എപ്പോഴും എൻ്റെ മനസ്സിപ്പോഴും ചെറുപ്പമാണ്. ഉണ്ടാക്കിയാലും കൊണ്ടുപോകാൻ ആളുമുണ്ട്. എത്ര പന്തുണ്ടെങ്കിലും ഉണ്ടാക്കി കെടുത്താൽ കൊണ്ടുപോകാൻ ആളുണ്ട്. അത് കരിപ്പാൻ്റെ പന്ത്. സീസണിൽ തന്നെ ഞാൻ 2 സംഘടനകളോട് ഞാൻ വിവരം പറഞ്ഞു. എനിക്കും വയ്യ, എനിക്കിനോട് 73 വയസ്സ് കഴിഞ്ഞു. അതായത് കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ നാടൻ പന്ത് സ്നേഹികളോടും 2 സ്ഥലത്തും 2 കളത്തിലും പുതുപ്പള്ളി വെച്ചാണ് ആദ്യം അനൗൺസ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 സംഘടനയോടും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ആരെങ്കിലും പിള്ളേരെ പഠിപ്പിക്കാൻ വിടുവോ, പഠിക്കാൻ വന്നാൽ പഠിപ്പിക്കാം. അതല്ലാതെ എന്നെക്കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. ഈ വർഷത്തെ ടൂർണമെന്റ് തന്നെയാണ് വളരെ വർഷം ടൂർണമെന്റുകാർ ഒത്തിരി വിഷമിച്ചു. കാരണം അവർ ഇവിടെ വന്നിട്ട് തോട്ടക്കാട്ടുനിന്നും മീനിടത്തുനിന്നും ഇവിടെ മാലത്തുനിന്നും ഒക്കെ വന്നവർ 2 പന്ത് 3 പന്തുമായിട്ടാണ് പോകുന്നത്. ഇന്ന് കളിക്കാനുള്ള പന്ത് ഉച്ചയാകുമ്പോൾ കൊണ്ടുവരെ ഇന്ന് കളിക്കാനുള്ള പന്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലായിപ്പോയി. എൻ്റെ കൈമേല ഇത് ഉണ്ടാകണ്ടേ. പിന്നെ ഇപ്പം നമ്മൾ കോർത്ത് വെച്ചിരിക്കുന്ന ആ പന്ത് ലെവലാക്കി കണ്ടിച്ചെടുക്കണം. ഈ തോലൊക്കെ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഈ തോലെടുക്കുന്നത് ചെന്നൈയിൽ നിന്ന്. നമ്മൾ ഈ തോല് എന്നൊക്കെ പറഞ്ഞേ, ഇത് ഏത് മൃഗത്തിന്റെ തോലാണ് നമ്മൾ സാധാരണ ഈ നാടൻ പന്ത് ഉണ്ടാക്കുന്നത്? ഞാൻ എടുക്കുന്നത് ഇതിന് സത്യത്തിൽ പറയുന്ന കുട്ടിത്തോൽ എന്നാ പറയുന്നത്. കുട്ടിത്തോല്. അതായത് ഈ ചെറിയ തൊകലിന് പകരമാണ് ഈ കുട്ടിത്തോൽ എന്ന് പറയുന്നത്. വലിയ എരുമയുടെയോ വലിയ പോത്തിന്റെയോ അല്ല കാളയുടെയോ പശുവിന്റെ ഒന്നും തോൽ ഇതിന് പറ്റുകയില്ല. ഇതിനൊരു ലിമിറ്റഡ് ഒരു കൃത്യത ഒരു അളവുണ്ട്. അളവെന്ന് പറഞ്ഞാൽ ഈ തോലിനൊരു കട്ടി, ആ കട്ടി കൂടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം പറയുമ്പോൾ നാടൻ പന്ത് കളിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഷൂവോ ഒന്നും ഇടുന്നില്ല, നമ്മുടെ നേക്കഡാ. അതെ, ആ തൊലിയെ ആ ശരീരത്തിൽ മുട്ടുമ്പം വെട്ടിവിടുന്നവൻ്റെ ഫോഴ്സ് വേറെ, നമ്മൾ അടിക്കുന്ന ഫോഴ്സോടെ ഒന്നിച്ച് നമ്മൾ ജാമാകുക. ആ ജാമാകുമ്പോൾ നമ്മുടെ കാല് വേദനിക്കാതിരിക്കണമെങ്കിൽ ഒരു ലിമിറ്റഡ് കട്ടിയുള്ള തോലേ പറ്റുള്ളൂ. എന്നാൽ വെയിറ്റ് വേണം താനും. അപ്പം ഈ കുട്ടി എരുമ, കുട്ടി പോത്ത്, അത് എട്ടുക്ക് എടുക്കുന്ന നോക്കിയെടുക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എരുമക്കുട്ടിയുടെ തോല. വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഇനി ഈ തൊകലിനെ സംബന്ധിച്ചോളം എങ്ങനെ പിടിച്ചാലും എങ്ങനെ പോയാലും ഈ മാങ്ങാണ്ടി പോലെ വരികയില്ല. ശരി, അതിന്റെ വരാനുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ പാകപ്പെടുത്തി എടുത്തു റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഈ കത്തിയുടെ പരിപാടിയൊക്കെ ഉള്ളപ്പോൾ നല്ലത് കയ്യുറയിട്ട് അത് ഇതിന് മാത്രമേ ഉള്ളൂ, വലിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ 32 കണ്ണിയുള്ളത് 32 കണ്ണിയുടെയും വലിവ് ഒരുപോലെ ഇരിക്കണം, ഒരേ ടെമ്പർ ആയിരിക്കണം. അങ്ങനെ വലിച്ചിട്ടൊന്ന് നന്നായിട്ട് വലിച്ചു മുറുക്കിയെടുക്കണം അല്ലേ? എല്ലാ കണ്ണിയും നമ്മൾ ഇതുപോലെ ആ കോർത്ത് വിട്ട ചരട്. ഇപ്പം ഈ ഇത്രയും ബലം വരുന്നതെന്ന് വെച്ചാൽ ഈ കിഴുത്ത കറക്റ്റാണ്. ആ കറുത്ത കിഴുത്തക്കകത്തൂടെ ഈ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പോരാ ഇത് ഈ പിരിച്ച ചരടല്ലേ, ഇത് വലിച്ചാലൊന്നും പറയത്തില്ല. ഈ തൊകല് പൊട്ടിപ്പോയാലും നൂല് പൊട്ടുകയില്ല. അത് ശരി. അതാണ് നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന നൂലിൻ്റെ വ്യത്യാസം. പിന്നെ അതിനകത്ത് വേറൊരു വ്യത്യാസം കൂടെ എന്നാന്ന് വെച്ചാൽ, ഈ നൂല് ഇങ്ങനെ ഈ കിഴുത്ത കറക്റ്റ് ആകുന്നതുകൊണ്ട് നമ്മൾ കുത്തിയെടുത്ത് മറിച്ച് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചാൽ ഈ കുത്തുപാടിനകത്തോട് തുള്ളി വെള്ളം പുറത്തു പോകില്ല. അത് ശരി. ലെവലാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് മറിക്കാനുള്ള പരിപാടി നോക്കുന്നത്. ഇനി മറിക്കും അല്ലേ? ഇനി ഇത് മറിക്കുക, പോട്ടും മലത്തും. മനസ്സിലായില്ലേ? ഇപ്പം 2 വണ്ടിച്ചക്രം പോലെ 2 വായില്ലേ? ഈ കണ്ടിക്കുമ്പോൾ ഒരേ വലിപ്പത്തിൽ ആയിരിക്കണമെന്ന് പറയാൻ 2 സൈഡിലും ഒരേ രീതിയിലുള്ള തൊകല് കിടക്കാൻ വേണ്ടിയാണ്. ഈ തടി ഉപയോഗിച്ച് അകത്ത് കിടക്കുന്ന പീസ് ലെവലാക്കി വെക്കുക. ഇതാണ് നാടൻ പഞ്ഞി. ഇത് കണ്ടോ? അത് ശരി. പിടിച്ച് നോക്കാം. നാടൻ പഞ്ഞി കണ്ടോ? അല്ല, അപ്പൂപ്പന്താടി പോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതുകൊണ്ടാണ് കാല് നോക്കാത്തതിൻ്റെ കാരണം. ഇതാന്നില്ലേ, അതിന് മയമുള്ളതുകൊണ്ട് അല്ലേ? ഇതിന് മയമുണ്ട്. നമുക്കിത് പഞ്ഞി എഴുതാം. ആ പഞ്ഞി നമ്മൾ ഇതിനകത്തോട്ട് കുറേശ്ശെ, അതിന് ഇതിന് വല്ല അളവ് വല്ലതും ഉണ്ടോ? ഇത്ര ഗ്രാമെന്നോ വല്ലതും? ഇല്ല, അത്രയല്ല. അത് ഈ തൊകലിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഒരു പന്തെന്ന് പറയുമ്പോഴത്തേന് അത് 90 ഗ്രാം, 92 ഗ്രാം, പിന്നെ 75, 70 അങ്ങനെ വരും. വലിയ പന്തിന് എത്ര ഗ്രാം? വലിയ പന്തിനാണെങ്കിൽ 92 ഗ്രാം വരെ വരും. ആണ് ഒരു പന്തിന്റെ ഭാരം. ഒരു ഭാരം.
കനം കുറഞ്ഞ പന്തും കനം കുറഞ്ഞ തൊലിയാണ് ഈ തൊകലുവാണെങ്കിൽ അത്രയും വരത്തില്ല. ഇതാ ഈ പണിയാണോ? ഈ പണി തള്ളി നമ്മൾ ശരിക്ക് തേക്കുകയല്ലേ, അത് തന്നെ തൊകലും മയപ്പെടുത്തി എടുക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. കൈ കൊണ്ടുള്ള പണിയല്ലേ ഉള്ളൂ, അത് മുഴുവൻ വലത്തെ കൈക്കല്ലേ. പഠിക്കാൻ ഒരാൾ വരുവാണെങ്കിൽ ഇവിടെ വന്നാണോ പഠിക്കണ്ടേ? അതെ, ഇവിടെ വന്ന് പഠിക്കുകയും ചെയ്യണം. അത് രാവിലെ 2 ട്രിപ്പായിട്ടാണ് ഞാൻ എൻ്റെ പന്തിൻ്റെ പണി ചെയ്യുന്നത്. അത് വെളുപ്പിനെ ഒരു പന്തിൻ്റെ പണി തുടങ്ങുന്നത് രാവിലെ തലേദിവസം പണിത് വെക്കുന്ന പന്താണ് രാവിലെ പണിയുന്നത്. ഉച്ച കഴിഞ്ഞാണ് ഈ തോല് തേക്കുന്നത്. തോല് തേച്ച് കിഴിച്ച് എത്ര നാള് പഠിക്കേണ്ടി വരും? ഒരാൾ തയ്യാറായി വരികയാണെന്ന് ഒരാൾ തയ്യാറായി വരുന്ന ഓരോ വ്യക്തികൾക്കും ഓരോരോ പ്രത്യേക കഴിവുകളാണ്. ബുദ്ധിയുള്ളവൻ വന്നു കഴിഞ്ഞിട്ട് ടെക്നിക്കലായിട്ട് കുറച്ച് വശമുള്ളവനാണെങ്കിൽ അവൻ 2-3 ദിവസം കൊണ്ട് പന്തൂത്ത് പഠിക്കും. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുമ്പോൾ മിടുക്കനാണെങ്കിൽ 1 ദിവസം കൊണ്ട് പന്തൂത്ത് കണ്ടാൽ ഏകദേശം 90% അവൻ പഠിച്ചിരിക്കും. സംശയം ചോദിക്കട്ടെ, നമ്മൾ ഈ കളിക്കുന്ന പന്തൊക്കെ കറുപ്പ് നിറം അങ്ങനെ നമ്മൾ ഇതിനകത്ത് പെയിന്റ് വല്ലതും ചേർക്കുന്നത്? ഇതിന് ഈ തുകലും നമ്മൾ അടിച്ച് നമ്മൾ ഐവറി കളറിൽ നമ്മളിപ്പം കണ്ടത് ആനക്കൊമ്പിന്റെ കളർ. ഈ ആനക്കൊമ്പിന്റെ കളർ ഇപ്പം തോല് നനഞ്ഞു കഴിയുമ്പോഴത്തേനും അത് വേറൊരു ഡാർക്ക് കളറാവും. ഇത് കഴിഞ്ഞ് നമ്മൾ ഈ തുകലിനകത്ത് നനോടുകൂടി ഈ ലെതർ ഡൈ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ലെതർ ഡൈ നമ്മൾ ഈ തലയിലൊക്കെ വെക്കുന്നത് അത് ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഉമ്മിക്കിരി പോലെ ഒരു സാധനമാണ്. അത് വെള്ളത്തിൽ ഇട്ട് ലയിപ്പിച്ചിട്ട് നമ്മൾ തൊട്ട് പുരട്ടുക, മനസ്സിലായില്ലേ? അത് തൊട്ട് പുരട്ടി ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിതത്തിൽ ഈ തോലെന്ന് പോവില്ല. ശരി, ലെതർ ഡൈ. എന്നിട്ട് നമ്മൾ ഒരു കളി കഴിയുമ്പോഴേത്തിന് ചെമ്പരത്തിപ്പ് ഇടും തോറും അവൻ ഗ്ലേസിങ് കൂടും, കറുപ്പ് കൂടും. മൂട്ടിയിട്ട് അവസാനം നൂല് കെട്ടാൻ പോകുന്ന ഭാഗമാണിത്. ഒരു പന്ത് നിർമ്മാണത്തിന്റെ അവസാന ഭാഗമാണ്. ഒരു പന്ത് നിർമ്മാണത്തിന്റെ അവസാനം തീർന്നില്ല, ഇനിയുണ്ട്. എന്നാലും ആ പന്തിനിട്ട് പണിയുന്ന അവസാന ഭാഗമാണ്. ഒരു പന്ത് ഉണ്ടാക്കി പുതിയ തുകലെടുത്ത് ആ തുകലെടുത്ത് കഴിഞ്ഞ് അത് എങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെയാണ് ഒരു പന്ത് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്തതാണ്. എന്നറിയോ, നിങ്ങൾ മുഴുവൻ നാടൻപന്ത് പ്രേമികളുടെയും പേരിൽ കുഞ്ഞുമോൻ ചേട്ടനോട് ഒരു പ്രത്യേക താങ്ക്സ് പറയുകയാണ്. നമുക്ക് വേണ്ടി മാത്രമാണ് ചേട്ടൻ, മറ്റ് ഒരുപാട് മാധ്യമങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, വേറെ ആർക്ക് വേണ്ടിയും ഇതുപോലെ ചേട്ടൻ ഒരു പ്രത്യേകം പന്തുണ്ടാക്കി പ്രത്യേകം സമയം കണ്ടെത്തി അവർക്ക് വേണ്ടി മാത്രം ഒരു പന്തിൻ്റെ ആദ്യാവസാന നിർമ്മാണം കാണിച്ചു കൊടുത്തിട്ടില്ല. ഇത് നമുക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് ചേട്ടൻ ഇതിനായിട്ട് സമയം കണ്ടെത്തുകയും ഒരു പന്ത് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയ നമ്മളെ കാണിച്ചു തരുന്നതും ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി, എല്ലാ നാടൻപന്ത് പ്രേമികൾക്കും വേണ്ടി കുഞ്ഞുമോൻ ചേട്ടൻ ഒരു വലിയ താങ്ക്സ് പറയുന്നു. എങ്ങനെയുണ്ട്? ഇതാണ് ഏതാണ്ട് 2 മണിക്കൂർ എടുത്ത് കുഞ്ഞുമോൻ ചേട്ടൻ പണിത് റെഡിയാക്കി തന്ന. ഇതുകൊണ്ട് ഈ സാധനം ഇപ്പം ഞെക്ക് കൊള്ളുന്നില്ല, കല്ല് പോലെ ഇരിക്കുകയാണ്. പണി തീർന്നില്ല, ഇനിയുണ്ട് പണി. ഇനി ഇതിൽ കളർ കൊടുക്കുന്നുണ്ട്, പിന്നെ ചേട്ടൻ ഇത് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. പന്താക്കും. ഇതിപ്പോൾ സാധാരണ ഒരു നാടൻ പന്താണ്, ഒരു വെട്ടുപന്ത്. ഇനി ഇതിനെ ചേട്ടൻ്റെ ബ്രാൻഡാക്കി കഴിഞ്ഞാൽ ഇതിന് വിപണി മൂല്യം ഇപ്പോൾ ഈ കാണുന്നതല്ല, ഇതിൻ്റെ 10 മടങ്ങാണ് ഇതിൻ്റെ വിപണി മൂല്യം വരുന്നത്. ഇപ്പോൾ എന്താ ചേട്ടനെ തന്നെ ഏൽപ്പിക്കുക, അതിൻ്റെ ബാക്കി പണി കൂടെ നമുക്ക് കാണാം. ഇത് എന്ത് മഷിയാ ചേട്ടാ? ഇത് ലെതർ ഡൈ ആണ്. ഈ ലെതർ ഡൈ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പന്ത് പൊട്ടുന്നതിനും വരെ അതിൻ്റെ ആ കറുപ്പ് അവിടുന്ന് മാറുകയില്ല. ഇതാണ് ബ്രാൻഡ്. എന്ന് അവിടെ ഇത് കണ്ടല്ലോ, മുദ്രണം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് ബ്രാൻഡ് നാടൻ പന്തായി. ഇനിയിപ്പം ഇതിൻ്റെ ബാക്കി കുറച്ച് പണികൂടെ ഉണ്ട്. ചേട്ടനെ ഈ പന്ത് ഞാൻ തിരിച്ചേൽപ്പിക്കാൻ പോവാണ്. കണ്ണിനകത്താണ് ആ വന്നിരിക്കുന്നത്. ഇതാണ് എംബ്ലം, ഔദ്യോഗികമായ പന്തിൻ്റെ എംബ്ലമാണിത്. ഇനി ബാക്കി ഭാഗത്ത് ഈ കുത്തുപാട് മാത്രം അടിക്കത്തില്ല. ഇനിയും പിടിക്കാൻ നോക്കത്തില്ല കേട്ടോ. ഇനി വേണ്ട, ഇനി പിടിക്കണ്ട. നല്ല വെയിലത്ത് നല്ല ഒരു 5 മണിക്കൂർ വെയിലത്ത് വെച്ച് ഉണങ്ങിയാൽ ഇവൻ യഥാർത്ഥത്തിൽ ഉണങ്ങി കിട്ടുള്ളൂ. നമ്മൾ ഇവിടെ കരിപ്പാൽ കുഞ്ഞുമോൻ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് വീടിനോട് ചേർന്നാണ് ഈ നാടൻ പന്ത് ഉണ്ടാക്കുന്നത്. നമ്മൾ അതിൻ്റെ ആദ്യാവസാനം, അതിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ കണ്ടു. അതിൽ നിറം പൂശി അതവിടെ ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ചേട്ടന് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വേറെ 1-2 ടൂർണമെൻറ്റുകൾ കളിക്കുന്ന ടീമുകൾ അവർ ബുക്ക് ചെയ്തിരുന്ന പന്തുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പന്തയിൽ അവർക്ക് ഫൈനൽ കളിക്കാനുള്ള പ്രത്യേകം പന്താണ്. അതിൽ എഫ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഫൈനൽ കളിക്കാൻ വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ പന്താണ്, എഫ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ പന്തിൻ്റെ പുറകുവശത്ത് ഇത്രയും ഭാഗം ഒഴിച്ചിട്ടിട്ടുണ്ട്. അവിടെ ചേട്ടൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര് കരിപ്പാൽ ഇൻഡസ്ട്രീസ് എന്നുള്ള പേരും വരും. ഫൈനൽ മാത്രം കളിക്കാനുള്ള പന്താണത്. ഇനി ഇപ്പുറത്ത് ആദ്യം കരിപ്പാൽ എന്നെഴുതും, അത് കഴിഞ്ഞ് അതിൻ്റെ താഴെയായിട്ട്
ചേട്ടൻ്റെ പ്രസ്ഥാനത്തിന് കിട്ടിയ രജിസ്ട്രേഷൻ നമ്പറുണ്ട്. ആ നമ്പറും കൂടെ ഇനി അതിൻ്റെ താഴെയായിട്ട് രജിസ്ട്രേഷൻ നമ്പർ RG 057 94 ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കായിട്ട് വില വരും. നമ്മുടെ റുപ്പിയുടെ സിമ്പിൾ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വില എഴുതി ചേർക്കും. അങ്ങനെയാണ് ഇതോടുകൂടിയാണ് ഒരു പന്തിൻ്റെ നിർമ്മാണം മുഴുവൻ പൂർത്തിയായി വിൽപ്പനയ്ക്ക് തയ്യാറാവുന്നത്. ആൾക്കാർ വന്ന് ഇതൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നതാണ്, ഓരോരുത്തർ വന്ന് ഓർഡർ ചെയ്തിരിക്കുന്നതാണ്. കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഒക്കെ ആളുകളും പിന്നെ വിദേശത്തേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ലീവിന് വരുന്നവർ 10ഉം 15ഉം പന്തുമായിട്ടാണ് പോകുന്നത്. അവിടുന്ന് ലീവിന് ഗൾഫിൽ നിന്നൊക്കെ പോരുന്നതിന് മുമ്പ് തന്നെ ചേട്ടനെ വിളിച്ച് പറയും, ചേട്ടാ ഞങ്ങൾ ഇന്ന ദിവസം വരും, ഇന്ന ദിവസം ഞങ്ങൾ മടങ്ങിപ്പോവും, ഞങ്ങൾക്ക് ഇത്ര പന്ത് വേണം, അപ്പം ഞങ്ങൾ ഇന്ന ദിവസം മേടിക്കാൻ വരും എന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് ചേട്ടൻ രാവും പകലും മെനക്കെട്ടിരുന്ന് ഇത്രയും പന്തുകളുണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയ പന്തുകളാണ് അവിടെ കുറേ എണ്ണം നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്താണ് ഇപ്പം നമുക്ക് വേണ്ടി ഇത് കാണിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു പന്തയിൽ ചെയ്യുന്നത്. നമുക്കിവിടെ 3 തരം നാടൻ പന്തുകളാണ് കരിപ്പാൽ കുഞ്ഞുമോൻ ചേട്ടൻ ഉണ്ടാക്കുന്നത്. അതിൽ 3 പന്തുകളും ചേട്ടൻ്റെ കയ്യിലിരിപ്പുണ്ട്. ചേട്ടൻ തന്നെ അത് ഓരോന്നും പരിചയപ്പെടുത്തും. ഓരോ പന്തിൻ്റെയും പ്രത്യേകത എന്താണ് എന്നുള്ളത് ചേട്ടൻ തന്നെ പറഞ്ഞു തരും. സാധാരണ രീതിയിൽ ഒരു മൃഗത്തിൻ്റെ തുകലിൻ്റെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പല ഭാഗത്തും പല കനത്തിലുള്ള തോലുകളായിരിക്കും കിട്ടുന്നത്. നമുക്ക് അടിവയറിൻ്റെ ഒരു സൈഡ്, മുതുകത്തിൻ്റെ ഒന്ന്, ചന്തിയുടെ ഒന്ന്, പെടലിലെ ഒന്ന്, അങ്ങനെ വരും പല കനമാണ് വരുന്നത്. അങ്ങനെ കുത്തിയെടുക്കുന്ന പന്തുകളിൽ എനിക്ക് മനസ്സിന് തോന്നുന്ന പന്തുകൾ, ഇഷ്ടപ്പെടുന്ന പന്തുകൾക്ക് മാത്രമേ കേപ്പന്തെന്നുള്ള ഈ സിമ്പിൾ വെച്ച് ഞാൻ പുറത്ത് വിടുകയുള്ളൂ. ഈ സിമ്പിൾ വെച്ച് അല്ലാത്ത പന്തുകൾ വിടുന്ന സാധാരണ പന്തുകൾ നമ്മൾ വിടുന്നത്. അതുപോലെ തന്നെ ഈ കേപ്പന്തിനകത്ത് തന്നെ ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് ബോധ്യമുള്ള കുറച്ച് പന്തുകൾ വരും. ആ പന്തുകൾ ഒരു ടൂർണമെൻറ്റ് തുടങ്ങുന്ന കാലയളവ് മുതൽ വരുമ്പോഴത്തേന് നല്ല ഫൈനൽ പന്ത് മുന്നേക്ക് എടുക്കണം. അത് ഇതിൻ്റെ ഇത് കണ്ടോ, ഫൈനൽ. അതിൻ്റെ മറുസൈഡിലായിരിക്കും എൻ്റെ പേരും കരിപ്പാലെന്നും രജിസ്റ്റർ നമ്പറും അതിൻ്റെ വിലയുടെ രൂപ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ വില എഴുതി ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കുത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഏത് കളിക്കാരനും പന്തുകളാക്കും കാണണ്ട. ഈ പന്ത് കണ്ടോ, അതിൻ്റെ കുത്ത് കണ്ടോ, ഒരേ ലെവലിലുള്ള കുത്തായിരിക്കും, ഒരേ കനമായിരിക്കും 2 സൈഡിലും. ഇത് പൊട്ടുന്നിടം വരെ ഇതേ കണ്ടിൽ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാതെ നല്ല ചരട് പിടിച്ചോളം തന്നെ അതിൻ്റെ കുത്ത് നിൽക്കും. അതിൻ്റെ ബാലൻസ് പോകത്തില്ല. കളിക്കാൻ ഏറ്റവും സുഖമായ എനിക്കിഷ്ടപ്പെടുന്ന പന്താണ് ഈ ഫൈനൽ പന്ത് വരുന്നത്. മറ്റേ ഇത് കൂടാതെ തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ, അതായത് അടിവയറിൻ്റെ ഭാഗവും നമുക്ക് നേരിട്ട് കൊടുക്കാൻ സാധിക്കാത്ത പന്തുകൾ വരും. ആ പന്തുകൾ വരുമ്പോഴത്തേന് ഞാൻ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ആ പന്ത് നമുക്ക് വീട്ടിൽ വിൽക്കാൻ പറ്റില്ല, അത് കേയും പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ പണിപ്പുരയിലിരിക്കുന്ന പന്താണ് മുഴുവൻ ഫിനിഷ് ആയിട്ടില്ല. ഇത് നമ്മൾ നേരിട്ട് കടയിൽ കൊടുക്കും. കടയിൽ കൊടുത്താലും എൻ്റെ എംബ്ലവും രജിസ്റ്റർ നമ്പറും കാണും. ഈ ഒരിക്കലും കടപ്പന്തിന് കാണത്തില്ല. കടപ്പന്ത് ഞാനുമായിട്ട് നേരിട്ട് വാങ്ങിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ കേപ്പന്ത് ലഭിക്കുകയുള്ളൂ. ഇതാണ് പന്തിൻ്റെ നിർമ്മാണത്തിൽ 3 തരം പന്തുണ്ടാകാനുള്ള സാഹചര്യം ഇതാണ്. കുട്ടനാട്ടുകാർക്ക് വള്ളംകളി പോലെ, തൃശ്ശൂറുകാർക്ക് തൃശ്ശൂർ പൂരം പോലെ, കോട്ടയംകാർക്ക് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ അവിടുത്തെ ചെറുപ്പക്കാരുടെ ഒരു ആവേശമാണ് നാടൻ പന്തുകൾ. കുഞ്ഞുമോൻ ചേട്ടനെ പരിചയപ്പെടാനും അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹം ഒരു കാര്യം, നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, എന്നെ എന്ന് മാത്രമല്ല ഇതറിയുന്ന ഓരോരുത്തരെയും നിരാശപ്പെടുത്തുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം മൂലമാണ് പറഞ്ഞത് എങ്കിലും അദ്ദേഹം ഈ തൊഴിൽ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. അതിലേറെ വിഷമം അദ്ദേഹത്തിന് ഒരു പിന്തുടർച്ചയില്ല. ഈ പന്ത് നിർമ്മാണത്തിൽ, നാടൻ പന്ത് നിർമ്മാണത്തിൽ അദ്ദേഹം ഒരു പിന്തുടർച്ചക്കാരനെ അവശേഷിപ്പിക്കാനാകാതെയാണ്. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് ഒരാൾ വന്നിരുന്നെങ്കിൽ പഠിക്കാൻ തയ്യാറായിട്ട്, ആ മനസ്സോടെ ഒരാൾ വന്നിരുന്നെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം പൂർണ്ണ സജ്ജനാണ്, പൂർണ്ണ മനസ്സോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ നിർഭാഗ്യവശാൽ ആരും വന്നിട്ടില്ല. അങ്ങനെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു സന്തോഷകരമായൊരു റിട്ടയർമെൻറ്റ്, പന്ത് നിർമ്മാണത്തിൽ നിന്നൊരു സന്തോഷകരമായ റിട്ടയർമെൻറ്റ് നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞേനെ. ആ ഒരു സങ്കടം മാത്രമാണ് ഈ എപ്പിസോഡ് എടുത്തപ്പോൾ എനിക്ക് ബാക്കിയായിട്ടുള്ളത്. എന്തായാലും കുഞ്ഞുമോൻ ചേട്ടനെ കാണാനും പരിചയപ്പെടാനും നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഈ എപ്പിസോഡ് എല്ലാ നാടൻ പന്തുകളി പ്രേമികൾക്കുമായി സമർപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.